കടുത്തുരുത്തി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോൻസ് ജോസഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഓട്ടോറിക്ഷ റാലി സംഘടിപ്പിച്ചു. UDYF കടുത്തുരുത്തി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ഓട്ടോറിക്ഷയിൽ റാലി സംഘടിപ്പിച്ചത്. UDYF നേതാക്കളായ ജിത്തു കരിമഠം ജാഥ ക്യാപ്റ്റനും ജോസ്മോൻ മാളിയേക്കൽ വൈസ് ക്യാപ്റ്റനുമായിരുന്നു. നിയോജകമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓട്ടോറിക്ഷ റാലി പര്യടനം നടത്തി. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ചത് മോൻസ് ജോസഫ് MLA ആണെന്നും ആധുനിക നിലവാരത്തിലുള്ള റോഡുകൾ അടക്കം കടുത്തുരുത്തിയിൽ ദീർഘവീക്ഷണമുള്ള വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. ഐക്യജനാധിപത്യമുരുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വിശ്വാസികളുടെയും പിന്തുണയ്ക്കപ്പുറത്തേക്ക് കേരളത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യമുരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യമുരുടെയും ഇടതുപക്ഷ ജനാധിപത്യമുരുടെയും തമ്മിൽ മത്സരം നടക്കുമ്പോൾ കടുത്തുരുത്തിയിലെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണ്. കടുത്തുരുത്തിയിൽ രാഷ്ട്രീയം പറയാതെ ഇടതുപക്ഷ ജനാധിപത്യമുരുടെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ തേജോവധം ചെയ്യുവാൻ മനഃപൂർവ്വമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിലെ ജനങ്ങൾ കാണുകയുണ്ടായി. നമുക്കറിയാം, ഈ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിച്ച LDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താണ് ഈ വരുന്ന 9-ാം തീയതി നടക്കുന്നത്. കേരളത്തിൽ ഈ 10 വർഷക്കാലം എന്ത് വികസനമാണ് ഉണ്ടായതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയ യുവാക്കളുടെ എണ്ണമാണ്. ഇവിടെ ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്ഥാപനങ്ങളില്ല, ജോലി നൽകാനുള്ള വ്യവസായ സംരംഭങ്ങളില്ല. എല്ലാം കൂട്ടിക്കെട്ടി കർണാടകയ്ക്കും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയ്ക്കും എല്ലാം പോവുകയാണ്. എങ്ങനെ ഇവിടെ യുവാക്കൾ നിൽക്കും എന്നുള്ള ചോദ്യചിഹ്നമാണ് ഇന്നത്തെ യുവജനതയെ നോക്കി ഇന്നത്തെ LDF സർക്കാർ ചോദിക്കുന്നത്. കടുത്തുരുത്തിയുടെ വികസന കാഴ്ചപ്പാടുകൾക്കാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഓട്ടോറിക്ഷ റാലിക്ക് കടുത്തുരുത്തി മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രവർത്തകർ സ്വീകരണം നൽകി. രാവിലെ കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഓട്ടോറിക്ഷ റാലി ആപ്പാഞ്ചിറ, കീഴൂർ, പെരുവ, ശാന്തിപുരം, മരങ്ങോലി, കിഴങ്ങൂർ, കാണക്കാരി, വെമ്പള്ളി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി. വൈകിട്ട് കടുത്തുരുത്തിയിൽ സമാപിച്ചു.